എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷംജി ഷാജഹാൻ, റാഫ അരോമ ഹോസ്പിറ്റൽ ദന്തരോഗ വിഭാഗത്തിൽ ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി സ്പെഷ്യലിസ്റ്റാണ്. ഓറൽ മെഡിസിൻ നിങ്ങൾ ആദ്യം തന്നെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞെട്ടിക്കാണും, ഇത് എന്താണെന്നല്ലേ? വായിലുണ്ടാകുന്ന തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗങ്ങൾ, അത് ഡെർമറ്റോളജി പോലെ തന്നെ വായ്ക്കുള്ളിൽ നിങ്ങളുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗങ്ങളെ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കുകയും അതിന് വേണ്ട ചികിത്സകൾ നൽകുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഓറൽ മെഡിസിൻ. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വായിലെ അർബുദത്തെ പറ്റിയാണ്, ഓറൽ ക്യാൻസർ. എൻ്റെ സ്പെഷ്യാലിറ്റിയിൽ നമ്മൾ ചികിത്സകൾ നൽകുന്ന ഒരു വിഷയത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഓറൽ ക്യാൻസർ? നിങ്ങൾക്കറിയാവുന്നതുപോലെ, സിനിമകൾക്ക് തുടക്കത്തിൽ കാണുന്ന പരസ്യത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ, പുകയില ഉൽപ്പന്നങ്ങളുടെ അമിതമായ ഉപയോഗം മൂലം നിങ്ങളുടെ വായിലെ കോശങ്ങൾക്ക് ക്രമാതീതമായി വളർച്ചയുണ്ടായി അർബുദാവസ്ഥയിലേക്ക് മാറുന്നു. അതുതന്നെയാണ് ക്യാൻസർ. ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർന്ന് തിന്ന് നിങ്ങളെ ഒരു പൂർണ്ണമായിട്ട് ഒരു രോഗാവസ്ഥയിൽ എത്തിക്കുന്ന ഒരു കണ്ടീഷനാണ്. അപ്പം നമുക്ക് അതിനുള്ള കാരണങ്ങൾ, പ്രത്യേകിച്ച് ഓറൽ ക്യാൻസറിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ പറയേണ്ടത് പുകയില ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. അത് സ്മോക്കിംഗ് ആവട്ടെ, സ്മോക്ക്ലെസ് ടൊബാക്കോ അഥവാ നമ്മൾ പാൻ പരാഗ്, പാൻ മസാല അല്ലെങ്കിൽ വെറ്റില മുറുക്കുന്നത്, അടക്കയുടെ ഉപയോഗം, ഇതെല്ലാം നമ്മുടെ ക്യാൻസറിലേക്ക് നീളുന്നതാണ്. സിഗരറ്റിനേക്കാൾ കൂടുതൽ ഡേഞ്ചറസ് ശരിക്കും നമ്മുടെ ബീഡിയുടെ ഉപയോഗം തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ അതിനകത്തൊരു ഫിൽറ്റർ ഇല്ലാത്തത് കൊണ്ട് കൂടുതലായിട്ട് നിങ്ങളുടെ കോശങ്ങളെ അത് ബാധിക്കാൻ, നിക്കോട്ടിൻ്റെ അംശം ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പുകയില ഉൽപ്പന്നങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് നമുക്ക് പറയേണ്ടത് ആൽക്കഹോൾ കൺസംഷനാണ്, മദ്യപാനം. മൂന്നാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് പോലെ ഉള്ള വൈറസുകളുടെ സാന്നിധ്യം ക്യാൻസറിന് കാരണമാകാം. നാലാമത്, പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിലൂടെ നിങ്ങളുടെ വായിലുണ്ടാകുന്ന ഓറൽ പ്രിക്യാൻസറസ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ പ്രിമാലിഗ്നൻ്റ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് എന്ന് പറയും. ഇപ്പോൾ പറയുന്നത് അങ്ങനെയാണ്. ഈ പറയുന്ന ഡിസോർഡേഴ്സിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ, അതായത് ലൂക്കോപ്ലേക്കിയ, എരിത്രോപ്ലേക്കിയ, ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്ന് പറയുന്ന ഓരോ രോഗാവസ്ഥകളുണ്ട്. ഇവ ആദ്യമേ നമ്മൾ ചികിത്സിക്കുന്നില്ല എങ്കിൽ ഇവയിൽ കാലക്രമേണ വ്യതിയാനം സംഭവിച്ചിട്ട് അത് ക്യാൻസറിലേക്ക് മാറാവുന്നതാണ്. അടുത്തത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ്. നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഭക്ഷണം എത്തുന്നില്ല, ചില വൈറ്റമിൻസിൻ്റെയൊക്കെ ഡെഫിഷ്യൻസീസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാലും അത് ക്യാൻസറിലേക്ക് മാറാം. അഞ്ചാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പാരമ്പര്യമായിട്ടുണ്ടാകാം. ഇപ്പോൾ കൂടുതലും നമുക്കറിയാം പല അസുഖങ്ങളും ഹെറിഡിറ്ററിയാണ്. നിങ്ങളുടെ ജീനുകളിലുണ്ടാകുന്ന വ്യതിയാനം കാരണം ഒരു തലമുറയിൽ നിന്ന് അത് അടുത്ത തലമുറയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ശരിക്കും നമ്മൾ പണ്ടൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോണിക് ട്രോമ എന്ന് പറയും. അതായത് ഒരു പല്ല് എപ്പോഴും നിങ്ങളുടെ കവിളിലോ അല്ലെങ്കിൽ നാക്കിലോ ഒരയുന്നതിലൂടെ നിങ്ങൾക്ക് ആ ഭാഗത്ത് ഒരു വെളുത്ത പാടുണ്ടാവുകയോ അല്ലെങ്കിൽ അൾസർ ഉണ്ടാവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ക്യാൻസറിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. പിന്നെ സൺലൈറ്റ്, അതായത് കൂടുതലായിട്ട് സൂര്യപ്രകാശം അടിക്കുന്ന ഏരിയകളിൽ നമുക്ക് ക്യാൻസർ ഉണ്ടാവാൻ, പ്രത്യേകിച്ച് ഓറൽ ക്യാൻസർ പറയുമ്പോൾ നിങ്ങളുടെ ചുണ്ടുകളിലുമെല്ലാം ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി അടുത്തത് സ്പൈസസ് പറയലുണ്ട്. എരിവ് അധികമായിട്ട് കഴിക്കുന്നതിലൂടെയും നിങ്ങൾക്ക് ഈ പറയുന്ന രീതി ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെ ഓരോ കാരണങ്ങളാണ്. ഇനി ശരി, ഈ കാരണങ്ങളുള്ള ഒരാളിൽ നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്കത് തുടക്കത്തിൽ തന്നെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നിങ്ങളുടെ കവിളുകളിലോ നാക്കിലോ അണ്ണാക്കിലോ ഏതെങ്കിലും ഭാഗത്ത് വെളുത്തതോ ചുവന്നതോ ആയിട്ടുള്ള കട്ടി കൂടിയ ഭാഗങ്ങളുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു പാട കെട്ടി നിൽക്കുന്നുണ്ട്, നിങ്ങളത് കൈകൊണ്ട് നീക്കം ചെയ്യാൻ നോക്കിയിട്ട് മാറുന്നില്ല എങ്കിൽ നിങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു പ്രിമാലിഗ്നൻ്റ് ആയിട്ടുള്ള ഡിസോർഡർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഉടൻ തന്നെ ഒരു ഓറൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിനെയോ അല്ലെങ്കിൽ OMFS സർജനെയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ രണ്ട് വിഭാഗങ്ങളും ഇതിനാദ്യം തന്നെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന വിഭാഗക്കാരാണ്. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് നിങ്ങളുടെ കവിളുകൾ രണ്ട് വശവും, അതുപോലെ തന്നെ ചുണ്ടുകൾ പൊക്കി ചുണ്ടിന് ഉള്ളിൽ, അതുപോലെ തന്നെ താഴത്തെ ചുണ്ടിൻ്റെ അടിവശം, നാക്ക് പുറത്തേക്കിട്ട് നാക്കിൻ്റെ മുകൾ ഭാഗം, നാക്ക് പൊന്തിച്ചതിന് ശേഷം അടിഭാഗം, നാക്കുകൾ വശങ്ങളിലേക്ക് തിരിച്ചിട്ട് ആ വശങ്ങൾ എല്ലാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഭാഗങ്ങളിൽ എന്തെങ്കിലും ഇത്തരത്തിൽ തടിപ്പായിട്ടോ അല്ലെങ്കിൽ നിറവ്യത്യാസങ്ങളോ കാണുന്നുണ്ടോ, നിങ്ങൾക്കൊരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ഒരു ഓറൽ മെഡിസിൻ ഡോക്ടറെ കാണണം. ഇനി നിങ്ങളുടെ വായിൽ എപ്പോഴും അൾസർ വരുന്ന ഒരാളാണ്, അതായത് വായ്പുണ്ണുകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ വായ്പുണ്ണ് ചിലത് വലിപ്പം കൂടിയിട്ടും അതിൻ്റെ വശങ്ങളൊക്കെ പ്രോലിഫറേറ്റഡ് എന്ന് പറയും, നമ്മൾ ഇച്ചിരി ഉന്തിയൊക്കെ നിൽക്കുകയും, അത് കൂടാണ്ട് ഇത് 2 ആഴ്ചയിൽ കൂടുതലായി നിങ്ങളുടെ വായി വന്നിട്ട് ഇത്രയും കാലമായിട്ട് ഉണങ്ങുന്നില്ല, 2 ആഴ്ചയായിട്ട് ഉണങ്ങുന്നില്ലെങ്കിൽ അതും ക്യാൻസർ ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ഓറൽ മെഡിസിൻ ഡോക്ടറിനെ കാണേണ്ടതാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞത് ലക്ഷണങ്ങളാണ്. അപ്പം ഇതിൻ്റെ ചികിത്സാ രീതികൾ നിങ്ങൾക്കറിയായിരിക്കും. ക്യാൻസർ നമുക്ക് അങ്ങനെ എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ ആ ഭാഗങ്ങൾ കീറിയെടുത്ത് പരിശോധിക്കും, ബയോപ്സി ചെയ്ത് നോക്കുന്നു. ബയോപ്സിയിൽ ആ പറയുന്നത് സെൽസിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീടാണ് അതിന് ഒന്നുകിൽ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കീമോതെറാപ്പി, മെഡിസിനൽ ട്രീറ്റ്മെൻറ്റ്, അതല്ലെങ്കിൽ റേഡിയേഷൻ തെറാപ്പികൾ ഉള്ളത്.
അപ്പം പൊതുവെ ചെയ്യേണ്ടത് നിങ്ങൾ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങൾ കുറയ്ക്കുക. അപ്പോൾ അതിന് സഹായകമായിട്ടുള്ള ടൊബാക്കോ സെസേഷൻ ക്ലിനിക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ കണ്ട് ഇതാക്കാം. അതല്ലെങ്കിൽ ഒരു രോഗവിദഗ്ധനെ പെട്ടെന്ന് തന്നെ കണ്ട് നിങ്ങൾ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കേണ്ടതാണ്. അപ്പം എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.